ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, നമ്മുടെ SSLCയുടെ തീയതികൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഇതാ നിങ്ങളുടെ ടൈം ടേബിള് കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ടേബിളിലേക്ക് നമുക്ക് പോവാം. SSLC പരീക്ഷയുടെ 2026 ടൈം ടേബിൾ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം 5-ാം തീയതിയാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, മാർച്ച് മാസത്തില്. വ്യാഴാഴ്ചയാണ് പരീക്ഷ. രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് നമുക്ക് പരീക്ഷ വരുന്നത്. 11:15 വരെയാണ് പരീക്ഷ. ഫസ്റ്റ് നമുക്ക് വരുന്ന സബ്ജക്ട് ഒന്നാം ഭാഷ പാർട്ട് 1, അതായത് മലയാളം ഫസ്റ്റ്, അല്ലെങ്കിൽ അറബിക്, സംസ്കൃതം എന്നീ സബ്ജക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ പരീക്ഷയായിട്ട് വരുന്നത്. രണ്ടാമത് നമുക്ക് 5-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ 6, 7, 8 തീയതികൾ അവധിയാണ്. അതിനുശേഷം 9-ാം തീയതി ഇംഗ്ലീഷ് പരീക്ഷയാണ് മക്കളെ. അവിടെ നിങ്ങൾക്ക് 3 ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. 6, 7, 8 തീയതികൾ നിങ്ങൾക്ക് അവധിയാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ പോരാ, അതിനുശേഷം വരുന്ന ഒരു സബ്ജക്റ്റ് കൂടി പഠിക്കണം. കാര്യം നിങ്ങൾ 9-ാം തീയതി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണ് അല്ലെ. അതിനുശേഷം 10-ാം തീയതിയാണ് അവധി. അതിനുശേഷം 11-ാം തീയതിയാണ് എന്ത് വരുന്നത്, നിങ്ങളുടെ മലയാളം സെക്കൻഡ് പരീക്ഷ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ ഗ്യാപ്പുകളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ദിവസങ്ങൾ നമുക്ക് അധികം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പൊ 11-ാം തീയതി നിങ്ങൾക്ക് വരുന്ന പരീക്ഷ ഒന്നാം ഭാഷ പാർട്ട് 2, അതായത് മലയാളം സെക്കൻഡ് പരീക്ഷയാണ്. അതിനുശേഷം 13-ാം തീയതി വരുന്ന പരീക്ഷ 3-ാം ഭാഷ, അതായത് ഹിന്ദിയാണ് നിങ്ങൾക്ക് വരുന്നത്. ഹിന്ദി പരീക്ഷയാണ് 13-ാം തീയതി നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ മക്കളെ മാത്തമാറ്റിക്സ്, നിങ്ങളുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 13-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ അവധിയാണ്. അതിനുശേഷം 16-ാം തീയതിയാണ് മക്കളെ മാത്സ് പരീക്ഷ വരുന്നത്. അവിടെയാണ് നിങ്ങൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് അനുഭവപ്പെടാൻ തോന്നുന്നത്. അതായത് നിങ്ങളുടെ മാത്സ് പഠിക്കാനായിട്ട് നമുക്ക് ശനിയും ഞായറും 2 ദിവസം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അവിടെയാണ് നിങ്ങൾ കുറച്ചും കൂടിയും എന്ത് ചെയ്യാൻ പോകുന്നത്, കുറച്ചുകൂടി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ദിവസം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോഴേ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇപ്പോഴേ നിങ്ങൾ അതിന്റെ ബേസും എല്ലാ കാര്യങ്ങളും റിവൈസ് ഒക്കെ ചെയ്ത് കൃത്യമാക്കി വെക്കുക. കാര്യം നമുക്ക് എക്സാമിന്റെ ആ ഒരു സമയത്ത് നമുക്ക് അധികം ടൈം നമുക്ക് ലഭിക്കാനില്ല. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് 18-ാം തീയതി വരുന്നത് ഊർജ്ജതന്ത്രം, അതായത് ഫിസിക്സ് എക്സാമിനേഷൻ ആണ് 18. കണ്ടോ, ഇവിടെ വളരെ ഗ്യാപ്പ് കുറവാണ്. 16 കഴിഞ്ഞ് പിന്നെ 18 വരുന്നത്. അതിനുശേഷം 18 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എത്രയാണ്, 23-ാം തീയതിയാണ്. അവിടെ സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ ആണ് 23-ാം തീയതി. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, 23-ാം തീയതി സോഷ്യൽ പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും തന്നെ ഗ്യാപ്പ് അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോഷ്യൽ നിങ്ങൾക്ക് ഓക്കെ ആണ്, ഇത്രയും ദിവസം പഠിക്കാനായിട്ട് ധാരാളമാണ്. ഓക്കെ, 18 കഴിഞ്ഞ് 19, 20, 21, 22, 4 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ 2 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരുന്നത് 25-ാം തീയതിയാണ് മക്കളെ. ഇവിടെയും സോഷ്യൽ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കെമിസ്ട്രി എക്സാമിനേഷൻ വരുന്നത്. കെമിസ്ട്രി എക്സാമിനേഷൻ 25-ാം തീയതിയാണ് കേട്ടോ, 25-ാം തീയതി. അതിനുശേഷം 30-ാം തീയതിയാണ് നിങ്ങളുടെ ബയോളജി എക്സാമിനേഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ 25 കഴിഞ്ഞ് 26, 27, 28, 29 കഴിഞ്ഞിട്ട് 4 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങളുടെ ബയോളജി എക്സാമിനേഷൻ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബയോളജി എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ അതിന് 4 ദിവസം ഗ്യാപ്പ് തന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഈ ഒരു ടൈം ടേബിളിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഇതിന് താഴെ മക്കളെ നോക്കുന്ന സമയത്ത് IT പ്രാക്ടിക്കൽ പരീക്ഷയുടെ തീയതിയും കൊടുത്തിട്ടുണ്ട്. അത് 1-2-2026, അതായത് നിങ്ങൾക്ക് ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 14-ാം തീയതി വരെയായിരിക്കും നമ്മുടെ പറഞ്ഞ IT പരീക്ഷകൾ നടത്താനായിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ടൈം ടേബിൾ കുറച്ച് ബിസി ആയിട്ട് വെച്ചിരിക്കുന്ന ടൈം ടേബിൾ തന്നെയാണ്. അതിലാകെ സോഷ്യൽ പഠിക്കാൻ മാത്രമാണ് 4 ദിവസം നമുക്ക് കറക്റ്റ് ഗ്യാപ്പ് കിട്ടിയത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.
ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സിനും കൂടുതൽ ക്ലാസ്സുകൾക്കുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റും എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ എക്സാമിനേഷൻ്റെ സമയത്തോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ടാവും. ഓക്കെ, സോ താങ്ക് യു, ബൈ.